ശ്രീത്ത്, ഇപ്പോൾ ഇത് ഭൂചലനമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിക്കുന്നില്ലേ? ഭൂചലനത്തിന്റെ രൂപത്തിലുള്ള ശബ്ദമല്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് ഇപ്പോൾ? സ്മൃതി, ഈ വയനാട് പൊഴുതന മേഖലയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടു എന്ന വിവരത്തോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതികരണം ഇതാണ്. ഈ പൊഴുതന മേഖലയിൽ നിന്ന് കേട്ട ശബ്ദത്തെപ്പറ്റി, ഈ ശബ്ദം സംബന്ധിച്ച് അത് ഭൂചലനമാണെന്ന് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ മെസ്സേജ് കൃത്യമായി പറഞ്ഞാൽ ഇതാണ്: റിഗാർഡിംഗ് ദ സൗണ്ട് ഹേർഡ് ഇൻ ദ വയനാട് പൊഴുതന റീജിയൻ, വി ആർ എക്സാമിനിങ് സീസ്മിക് റെക്കോർഡ്സ് ആൻഡ് ഓൾസോ അറ്റംപ്റ്റിംഗ് ടു ലോക്കൽ റിക്കണൻസ് ടു ഫൈൻഡ് ഇഫ് എനിത്തിങ് ഈസ് അനോമലസ്. അതായത് ഈ സീസ്മിക് ഭൂചലനം രേഖപ്പെടുത്തുന്ന ഉപകരണങ്ങളിലൊന്നും ഈ ഭൂകമ്പത്തിൻ്റെതായ ഒരു തരത്തിലുള്ള രേഖപ്പെടുത്തലുകളും ഉണ്ടായിട്ടില്ല. എന്നാൽ നാട്ടുകാരോടും മറ്റ് വിവരങ്ങൾ അന്വേഷിച്ചും ഇത് ഭൂകമ്പമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന സന്ദേശം. ഇപ്പോൾ ഭൂചലനമാണെന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു രേഖകളും വിവരങ്ങളും തങ്ങളുടെ പക്കലില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഭൂചലനമാണോ എന്ന സ്ഥിരീകരണത്തിന് അല്പം കൂടി കാത്തിരിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്ന സന്ദേശം. ഇതെന്ത് പ്രതിഭാസമാണ് എന്ന് സംശയിക്കുന്നതായി അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? കാരണം ഈ അമ്പലവയൽ സ്വദേശികളും പറയുന്നത് ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഭൂമിക്കടിയിൽ നിന്നും ഈ ഉഗ്രസ്ഫോടനത്തോടുകൂടിയുള്ള ശബ്ദം കേൾക്കുന്നതെന്ന്. കൂണിടി ഉണ്ടാകാറുണ്ട്, കൂണ് മുളയ്ക്കുന്ന സമയത്ത് ഇടി വെട്ടാറുണ്ട്, അതാണെന്ന് ആദ്യം സംശയിച്ചു. പക്ഷേ അങ്ങനെയല്ല എന്ന് പിന്നീട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ്. എന്താകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ടോ? ഈ അസാധാരണമായ ശബ്ദം കേട്ടു എന്ന വിവരമാണ് പൊഴുതന മേഖലയിൽ നിന്നും അമ്പലവയൽ മേഖലയിൽ നിന്നും ഇടയ്ക്കൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്നത്. അതാണ് ജില്ലാ ഭരണകൂടത്തിനും ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രദേശത്തേക്ക് അയക്കുകയും അവർ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ്. വീടുകൾക്ക് ജനലുകൾക്കും മറ്റും പൊട്ടലുണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ ആളുകൾ പറയുന്നതായി ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ശബ്ദം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ് എന്ന വിവരമാണ് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും നൽകുന്നത്. കാരണം നേരത്തെ ഈ ചില കിണറുകൾ ഇടിഞ്ഞു താഴുന്നതും കിണറുകളിൽ നിന്ന് ഒരു ഹുങ്കാര ശബ്ദം കേൾക്കുന്നതും ഒക്കെ തന്നെയുള്ള വിവരങ്ങൾ പലയിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂമിക്കടിയിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഭാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പൊതുവെ പറഞ്ഞു പോകുന്നത്. എങ്കിലും ശാസ്ത്രീയമായ പരിശോധനയും ശാസ്ത്രീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കൃത്യമായി എന്താണെന്ന കാര്യം നമുക്ക് വ്യക്തമാക്കാൻ കഴിയൂ. ഇപ്പോൾ ഭൂചലനം നടന്നതായിട്ടുള്ള സ്ഥിരീകരണം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നില്ല. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി മാത്രമല്ല ഈ കാര്യത്തിൽ ആധികാരികമായ വിവരം നൽകാനുള്ള ഏജൻസി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൂടിയുടെ വിവരങ്ങൾ കൂടി ഇതിനെ നമുക്ക് ആശ്രയിക്കേണ്ടതുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൂകമ്പമുണ്ടോ അല്ലെങ്കിൽ ഭൂചലനത്തിന് തുല്യമായ പ്രതിഭാസങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു.